ഇന്ന് ഞങ്ങളുള്ളത് ചെറായി ബീച്ച് റോഡിലുള്ള ദസ്റ്റി ഹൗസിലാണ് കേട്ടോ. ഇവിടെ വെച്ചിങ്ങി ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ അനിമൽസ് ഉണ്ട്. ഫിഷസ് ഉണ്ട്, അതേപോലെ ബേർഡ്സ്, സ്നേക്സ്, പിന്നെ എന്തോ ഇങ്ങനെ വേറെ കുറേ ജീവികളുണ്ട്. എനിക്കതിന് പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇവിടെ ഈ പറയണ പോലെ ഫിഷസിൽ വെച്ചെങ്കിൽ ഗോൾഡ് ഫിഷ് മുതൽ അരാപ്പൈമ വരെ ഉണ്ട്. പിന്നെ സ്നേക്സിലും മനക്കൊണ്ട, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫിഷ് പിന്നെ ഇതൊക്കെയാണ് ഫിഷിൻ്റെ വെറൈറ്റീസ്. സ്റ്റാർ ഫിഷിനെ കണ്ടു, അങ്ങനെ ഓരോരോ ഫിഷ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് പിന്നെയുണ്ട് കേട്ടോ. വെറൈറ്റീസ് എനിക്കൊന്നും അറിയില്ല എന്താ പറയാമെന്ന്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പെറ്റ്സിനെ അങ്ങനെ വളർത്താൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിക്ക് മാറി എന്തെങ്കിലും പെറ്റ്സ് വേണമെന്നൊരാഗ്രഹം വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ അവരുടെ സ്മെല്ലും അതേപോലെ അങ്ങനത്തെ ഒന്നും പിടിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ എന്താ പറയുക, മൈൻഡിൽ നിന്നേ മാറി. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാവാത്തൊരു എക്സ്പീരിയൻസാണ് മീനിനെ ഫീഡ് ചെയ്യാന്നുള്ളത്. കാരണം തൊട്ടും പിടിച്ച് സാധാരണ നമുക്ക് ഇഷ്ടമെങ്കിലും എന്താ പറയുക ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാമെന്നല്ലാണ്ട് അവരെ തൊടുക അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് അതിനൊക്കെ സാധിച്ചു കേട്ടോ. അവരെ തൊടാനും അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റി. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഇത്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. കാരണം എന്ത് രസമല്ലേ അവരെ കാണാനായിട്ട്. എന്താ പാരറ്റാണോ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇതിനും എന്താ പറയാമെന്ന്. കാരണം ആ സമയത്ത് അവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിതേ പോച്ചിടാൻ കുറച്ച് വൈകിയോണ്ട് തന്നെ ഇനി ഞാൻ ഇവരെ ഏതാ ഇനങ്ങളെന്ന് മറന്നുപോയിട്ടോ. അപ്പോൾ ഇവരെ കയ്യിലിരുത്തിയിട്ട് ഫുഡ് കൊടുക്കാനൊക്കെ എനിക്ക് പറ്റി കേട്ടോ. അതും വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ വേറൊരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഈ കാണുന്ന ആൾക്കാർ. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒന്ന് പാമ്പ്, പിന്നെ പുഴു, ഒന്ന് പ്രേതം. അതിൽ ഏറ്റവും പേടിയുള്ളത് പുഴുവാണ് കേട്ടോ. പക്ഷേ ഈ പ്രേതമൊന്നും ഇല്ലെങ്കിൽ അതിൽ നമുക്ക് വിശ്വാസമില്ലാതില്ല. പിന്നെ ഈ പാമ്പ്. പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകൊണ്ട് എനിക്കെന്താ ഇപ്പോൾ പാമ്പിനോട് പേടിയില്ല ഉണ്ടായിട്ടോ. പിന്നെ ഇതാ പറയേണ്ട ഒന്നാണ് ഫിഷ് പോ. അതും കൂടി ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ടോ. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ലൈഫിലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും വെറൈറ്റീസിനെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.